ഇതൊരു ഷർട്ട് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ക്രോപ്പ് ടോപ്പ്, അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിലായാലും മീഷോയിലായിരുന്നാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്നതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയി കണ്ടിട്ട് വന്നോളൂ. ഞാൻ ഇതിൽ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കാം. അപ്പോൾ അത് കണ്ടാലേ ഇതിൻ്റെ ബാക്കി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി പാർട്ട് 2 നമ്മൾ ആദ്യം സ്ലീവ്സിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ എൻഡിലുള്ള കട്ടിയുള്ള പോർഷനൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം ആ ഒരു ഡ്രസ്സിന് നമുക്ക് പഫ് സ്ലീവാണ് വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 7-8 ഇഞ്ച് മേളിൽ നിന്ന് താഴോട്ട് നമ്മൾ ഈ കട്ടിയുള്ള പോർഷൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഷേപ്പ് കിട്ടിയിരിക്കും. കൈയിൻ്റെ ഷേപ്പ്, ആ ഒരു കർവ് ഷേപ്പിൽ അത് കിട്ടും. എന്നിട്ട് നമ്മൾ ലെങ്ത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത്രയൊന്നും പോരാ, നമുക്ക് പഫ് സ്ലീവ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീവിൻ്റെ ബാക്കി തന്നെ നമുക്ക് അതിൻ്റെ ഇതുണ്ട്, ഈ ഒരു അളവ് നോക്കിയിട്ട് എത്രയാണോ അളവ്, ആ അളവിന് നമുക്ക് ഒരു 2 കഷ്ണവും കൂടെ സ്ലീവിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെയും സൈഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെയും കട്ടിയുള്ള പോർഷനൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് നീളത്തിന് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത്രയും നീളമൊന്നും ആവശ്യമില്ല, നമുക്ക് പഫ് സ്ലീവാണ് വേണ്ടതെങ്കിലും ഇതിൽ ഒരുപാട് നമുക്ക് നീളം കിട്ടും, അത്രയും നീളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിതൊന്നും ഇങ്ങനെ വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം. പഫ് സ്ലീവ് ചെയ്യുന്ന പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. ഇതേപോലെ വെച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് മേളം താഴെയും വെച്ച് കൊടുക്കണം നമ്മളിതിൽ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിനെ ഒന്ന് നമുക്ക് നല്ല വശം ചേർത്ത് വെച്ച് നമ്മളുടെ തയ്ച്ചു വെച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ ബാക്കി പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവ്. അതിനുശേഷം നമുക്കിനി കെട്ടാണ് വെച്ച് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷർട്ടിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ബാക്ക് സൈഡ് കുറച്ച് ലെങ്ത്ത് കുറച്ച് വെട്ടിയില്ലേ, ആ ഫ്രണ്ട് സൈഡുണ്ട് ബാക്ക് സൈഡുണ്ട്. അതിൽ ബാക്ക് സൈഡാണ് കുറച്ച് നീളത്തിനുള്ള തുണിയുള്ളത്. ആ ബാക്ക് സൈഡിൽ ഇത്രയും വീതിക്കുള്ള ആ ഒരു തുണിയെ നമ്മളിങ്ങനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം, പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല കാരണം നമുക്ക് അത്രയും തുണിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഒന്ന് നല്ല സൈഡ് ഇങ്ങനെ അകത്ത് പോകുന്ന രീതിയിൽ അതിൻ്റെ ചുറ്റും ഒരു സൈഡ് ഓപ്പൺ ഇട്ട് ബാക്കി സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തിരിച്ചിട്ടെടുക്കണം. നമ്മൾ ബാക്കിൽ കെട്ട് വയ്ക്കണം അറിയാമല്ലോ, അതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് അടയാളം കൊടുക്കുന്നുണ്ട്. മേളിൽ നിന്ന് താഴോട്ട് 14 വരണതിൻ്റെ അവിടെ നിന്ന് ഒരു 5ഓളം ഗ്യാപ്പ് ഇട്ട് ഒരു വര കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ ഒരു 5-6 വരുന്ന വീതി വരുന്ന ഒരു വര, ഇങ്ങനെ 2 വര ഞാനിങ്ങനെ കൊടുക്കുകയാണ്. മേളിൽ നിന്ന് താഴോട്ട് 14 വരുന്ന അവിടെ നിന്ന് താഴോട്ടാണ് ഇങ്ങനെ ഒരു വര കൊടുത്തതിന് ശേഷം ഈ 2 വരയുടെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ഒരു വര കൊടുത്തിട്ട് ഇതിലാണ് നമുക്ക് കെട്ട് വെച്ച് കൊടുക്കാനുള്ളത്. ഈ കെട്ട് നല്ല വശത്ത് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ സെൻറ്റർ വര ഇട്ടില്ലേ, ആ വരയുടെ പുറത്ത് വെച്ച് നീളത്തിന് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് നല്ല വശത്തൂടെ തന്നെ വെച്ചൊന്ന് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇത്തിരി സെക്യൂറായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വേണ്ടാത്തതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ ആ വര കൊടുത്തില്ലേ, ഒരു 4-5 വീതിക്ക് വര കൊടുത്തില്ലേ, ആ ഒരു വര ബാക്ക് സൈഡിൽ എവിടെയാണ് സ്റ്റാർട്ടിങ് ഒന്നും എൻഡിങ് ഒന്നും ഇതേപോലെ ഒന്ന് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ടക്കൊക്കെ ഇടൂലേ നമ്മൾ ചുരിദാറിൻ്റെ ബാക്കിൽ നിന്ന്, അതായത് മേളിൽ നിന്ന് ഇങ്ങനെ എൻഡിലൂടെ വന്നിട്ട് ചെറിയൊരു വീതിക്ക് ഇങ്ങനെ നമ്മൾ അടിയിലുള്ള ആ ഒരു സാധനം, ആ ഒരു സ്റ്റിച്ച് വരുന്നില്ലേ, അതിൻ്റെ പുറത്തൂടെ കയറി ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ബാക്കിൽ ടക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു കെട്ട് റെഡി. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് സൈഡിലെ കെട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലൊരു പട്ട വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ സ്ലീവ് നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തതല്ലേ ഉള്ളൂ, അതിൻ്റെ എൻഡിൽ അത് ഞാൻ കെട്ട് ആദ്യം വെച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുണി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കെട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ബാക്കി വരുന്ന തുണികളെ ഇച്ചിരി വീതിയിലെടുക്കണം. നമുക്ക് കട്ട് പീസാണെങ്കിൽ കട്ട് പീസ് ചേർത്ത് വെച്ച് ഇതേപോലെ ഒന്ന് നല്ല വശത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം പുറകോട്ട് വെച്ചൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്ലീറ്റ്സിൻ്റെ നമ്മുടെ സ്ലീവ്സിൻ്റെ കാര്യവും സെറ്റായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഷേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ മീഷോയിലൊക്കെ കാണുന്നത് പോലത്തെ നല്ല ക്യൂട്ട് ടോപ്പ് ഒരു പഴയ ഷർട്ടിൽ നിന്ന് നമുക്ക് റെഡി ആയിട്ട് എടുക്കാം, വിത്തൗട്ട് ₹1 പോലും ചിലവില്ലാതെ. അപ്പോൾ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റൊക്കെ ഇടാനും മറക്കണ്ട. ടാറ്റാ.